വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വേഷം മാറി വന്ന് അത് പിടിക്കപ്പെട്ട ജെറോബോവാമിൻ്റെ ഭാര്യയോട് അഹിയ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു: നീ ചെന്ന് ജെറോബോവാമിനോട് പറയുക, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നായകനാക്കി. ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് രാജ്യം പറിച്ചെടുത്ത് ഞാൻ നിനക്ക് തന്നു. നീയാകട്ടെ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും എൻ്റെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്ത് പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അനുഗമിക്കുകയും ചെയ്ത എൻ്റെ ദാസൻ ദാവീദിനെ പോലെ അല്ല. മാത്രമല്ല, നിന്റെ മുൻഗാമികളേക്കാൾ അധികം തിന്മ നീ പ്രവർത്തിച്ചു. നീ അന്യദേവന്മാരെയും വാർപ്പ് വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ പ്രകോപിപ്പിച്ചു, എന്നെ പുറന്തള്ളുകയും ചെയ്തു. ആകയാൽ ജെറോബോവാമിൻ്റെ കുടുംബത്തിന് ഞാൻ നാശം വരുത്തും. ഇസ്രായേൽ ജെറോബോവാമിനുള്ള അടിമകളും സ്വതന്ത്രരുമായ പുരുഷന്മാരെയെല്ലാം ഞാൻ വിച്ഛേദിക്കും. ജെറോബോവാമിൻ്റെ കുടുംബത്തെ ചപ്പ് ചവറുകൾ എരിച്ചു കളയുന്നത് പോലെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കും. 1 രാജാക്കന്മാർ 14-ാം അധ്യായം 7-10 വരെയുള്ള തിരുവചനങ്ങൾ. അഹിയ പ്രവാചകൻ വീണ്ടും അവളോട് പറഞ്ഞു: നീ പട്ടണത്തിൽ കാലുകുത്തുമ്പോൾ കുട്ടി മരിക്കും. കർത്താവ് ഇസ്രായേലിൽ ഒരു രാജാവിനെ ഉയർത്തും. അവൻ ജെറോബോവാമിൻ്റെ ഭവനത്തെ ഉന്മൂലനം ചെയ്യും. ജെറോബോവാം 22 വർഷം രാജ്യം ഭരിച്ചു. അവൻ്റെ മരണശേഷം മകൻ നാദാബ് രാജാവായി. ഇതേ സമയം യൂദ മാത്രം ഭരിച്ചിരുന്ന സോളമൻ്റെ മകനായ റെഹോബോവാമും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. അവർ പാപം ചെയ്ത് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ കൂടുതൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു. അവർ പൂജാഗിരികളും സ്തംഭങ്ങളും ഉണ്ടാക്കി എല്ലാ കുന്നുകളുടെയും മുകളിലും എല്ലാ വൃക്ഷങ്ങളുടെ ചുവട്ടിലും അക്ഷരപ്രതിഷ്ഠകൾ സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ആട്ടിയകറ്റിയ ജനതകളുടെ എല്ലാ മ്ലേച്ഛതകളിലും അവർ മുഴുകി. ഈജിപ്തിലെ രാജാവായ ഷീഷാക്ക് ജെറുസലേമിനെ ആക്രമിച്ചു. ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികളും സോളമൻ നിർമ്മിച്ച സുവർണ പരിചകളും അവർ കവർന്നെടുത്തു. എല്ലാം അവർ കൊണ്ടുപോയി. റെഹോബോവാം മരിച്ചതിന് ശേഷം അവൻ്റെ മകൻ അബിയാം ഭരണമേറ്റു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.